2026 ഫെബ്രുവരി അവസാന വാരത്തിലും മാർച്ചിലുമായി അമേരിക്കയിലെ ഗ്രീൻ കാർഡ് ഉടമകളെ ബാധിക്കുന്ന പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നുണ്ട്. ബിസിനസ് ലോണുകൾ, യാത്രകൾ, പഴയ ഇമിഗ്രേഷൻ അപേക്ഷകൾ എന്നിവയിലാണ് US സർക്കാർ കർശനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പ്രമുഖ ഇമിഗ്രേഷൻ അഭിഭാഷകർ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഗ്രീൻ കാർഡ് ഉടമകളെ ബാധിക്കുന്ന പുതിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ മാറ്റം സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ വായ്പകളിലാണ്. 2026 മാർച്ച് 1 മുതൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് SBA ലോണുകൾ ലഭിക്കില്ല. പുതിയ നിയമം അനുസരിച്ച് വായ്പ ലഭിക്കാൻ ബിസിനസിന്റെ 100% ഉടമസ്ഥാവകാശവും അമേരിക്കൻ പൗരന്മാരുമായിരിക്കണം. ബിസിനസ്സിൽ ഒരു ചെറിയ പങ്കാളിത്തം മാത്രമാണ് ഗ്രീൻ കാർഡ് ഉടമയ്ക്കുള്ളതെങ്കിൽ പോലും ആ കമ്പനിക്ക് ഫണ്ട് ലഭിക്കില്ല. ഇത് അമേരിക്കയിൽ സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ്. യാത്രകൾ കൂടുതൽ പ്രയാസകരമാകാൻ സാധ്യതയുണ്ട്. ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിവരുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് വിമാനത്താവളങ്ങളിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ യാത്രക്കാരെ മാറ്റി നിർത്തി വിശദമായ പരിശോധന നടത്തുന്നത് കണക്ഷൻ ഫ്ലൈറ്റുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു. യാത്രക്കാരുടെ ഫോണുകൾ പരിശോധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ തങ്ങൾ അമേരിക്കയിലാണ് താമസിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശം വെക്കാനും കണക്ഷൻ ഫ്ലൈറ്റുകൾക്കായി കൂടുതൽ സമയം മാറ്റിവെക്കാനും അഭിഭാഷകർ നിർദ്ദേശിക്കുന്നുണ്ട്. മുമ്പ് ഗ്രീൻ കാർഡ് ലഭിച്ച കേസുകളും സർക്കാർ ഇപ്പോൾ വീണ്ടും പരിശോധിക്കുന്നുണ്ട്. 4-5 വർഷം മുൻപുള്ള അപേക്ഷകളാണ് പരിശോധിക്കുന്നത്. അമേരിക്കൻ പൗരത്വത്തിനായി അപേക്ഷിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഗ്രീൻ കാർഡ് ലഭിച്ചത് എന്നതിനെക്കുറിച്ച് കർശനമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായേക്കാം. പഴയ അപേക്ഷകളിൽ എന്തെങ്കിലും പിശകുകളോ പൊരുത്തക്കേടുകളോ കണ്ടെത്തിയാൽ ഗ്രീൻ കാർഡ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയേക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നുണ്ട്. ഇത് പ്രധാനമായും പുതിയ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവരെയാണ് ബാധിക്കുകയെങ്കിലും നിലവിൽ ഗ്രീൻ കാർഡ് ഉള്ളവർ പിന്നീട് പൗരത്വത്തിന് അപേക്ഷിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം. കൂടാതെ സാമ്പത്തിക ശേഷിയുള്ളവർക്കും മികച്ച കഴിവുള്ളവർക്കും മുൻഗണന നൽകുന്നതിലൂടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാനുള്ള ഫാമിലി വിസകളുടെ നടപടിക്രമങ്ങളിൽ വലിയ കാലതാമസം ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ അമേരിക്കയിലെ ഗ്രീൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. ഗ്രീൻ കാർഡ് ഉണ്ടെന്നതുകൊണ്ട് മാത്രം എല്ലാ ആനുകൂല്യങ്ങളും സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന കാലം മാറുകയാണ്. ബിസിനസ് വായ്പകളിലെ നിയന്ത്രണങ്ങൾ മുതൽ പഴയ ഫയലുകളുടെ പുനഃപരിശോധന വരെ നീളുന്ന ഈ പുതിയ നിയമങ്ങൾ കുടിയേറ്റക്കാർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ കർശനമാകുന്ന ഈ സാഹചര്യത്തിൽ പൗരത്വത്തിനായി കാത്തിരിക്കുന്നവരും ബിസിനസ് രംഗത്തുള്ളവരും വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പഴയ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനോടൊപ്പം യാത്രകളിലും സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിലും പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മാറുന്ന അമേരിക്കൻ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നിലവിൽ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് ചെയ്യാൻ സാധിക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.